പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് ദർശൻ വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല, വേദ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കള്ളമാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കും. അതോടുകൂടി തന്നെ വേദയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങാന്. വിക്രം വേദയെ കല്യാണം കഴിച്ചിട്ട് പോലും വേദയുടെ പേര് മാറ്റാതെ വേദ ശങ്കരനാരായണൻ തന്നെ എന്താ വെക്കുന്നത്? എന്താ വേദ വിക്രം എന്ന് മാറ്റാത്തതെന്ന് ചോദിക്കുന്ന സമയത്തിന് അതെൻ്റെ ഒഫീഷ്യൽ നെയിമായിട്ട് അച്ഛൻ്റെ പേര് എന്നിൽ നിന്ന് മാറ്റാൻ താല്പര്യമില്ല എന്നായിരിക്കും വേദ പറയുന്നത്. വീണ്ടും നിങ്ങളുടെ കല്യാണം എങ്ങനെയാണ് നടക്കുന്നതെന്ന് ദർശൻ ചോദിക്കുന്ന സമയത്തിന് വേദ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പ്രണയ വിവാഹമായിരുന്നോ അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന് രണ്ടുമല്ല എന്ന് പറയാട്ടോ വേദ. അപ്പോഴേക്കും ദർശൻ കോടതിക്ക് മുൻപാകെ പറയുന്നുണ്ട്, ഒരു വാശിപ്പുറത്ത് വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടുമായിരുന്നു. വേദയുടെ സ്റ്റാറ്റസിനൊത്തൊരു ബന്ധമൊന്നുമല്ല വിക്രമിന്റെ ഫാമിലി. അതുകൊണ്ട് തന്നെ വേദക്കൊരിക്കലും വിക്രവുമായിട്ട് ബന്ധം താല്പര്യമില്ലായിരുന്നു. വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷം ഒരിക്കലും വേദ വിക്രമിനെ സ്നേഹിച്ചിട്ടില്ല. ഒരിക്കലും വേദ വിക്രമിനെ ഒരു ഭർത്താവായിട്ട് കണ്ടിട്ട് പോലുമില്ല. വിക്രം ഒരു വാശിപ്പുറത്ത് തൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ട് തന്നെ പിന്നീട് വേദയുടെ മനസ്സിൽ പ്രതികാരം മാത്രമായിരുന്നു. അങ്ങനെ വിക്രമിന്റെ നേർക്കുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വേദ ഇങ്ങനെ ഒരു കള്ളസാക്ഷി പറഞ്ഞിരിക്കുന്നത് എന്ന രീതിയിലായിരിക്കും ദർശൻ കോടതിക്ക് മുമ്പാകെ തെളിയിക്കുന്നത്. എന്നാൽ ദർശൻ വീണ്ടും വീണ്ടും വിക്രത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തിന് വേദയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ തോന്നിപ്പോവാണ്. തന്നെ കോടതിക്ക് മുൻപാകെ ദർശൻ വക്കീൽ ഇത്രമാത്രം മോശ രീതിയിലൊക്കെ സംസാരിച്ചിട്ട് വിക്രത്തിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വിക്രത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായം കാണുമെന്ന് വേദ ചിന്തിക്കും. വിക്രത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് വഴിയും സ്വീകരിക്കുന്ന ദർശനെ കണ്ടിട്ട് വേദ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ദർശനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. തെളിവുകളെല്ലാം തന്നെ ദർശൻ നിരത്തുന്നത് വേദക്കെതിരായിരിക്കും. വിക്രം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും വേദ പറയുന്ന മൊഴി അതിൽ യാതൊരു കാര്യമില്ല എന്ന രീതിയിൽ ദർശൻ തെളിയിക്കുന്നതോടുകൂടി തന്നെ ശങ്കരനാരായണൻ ഏതായാലും കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ്. അതോടെ വിക്രം വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വേദ ഒരു സംശയത്തോടു കൂടിയായിരിക്കും വിക്രമിനെ നോക്കുന്നത്. തൻ്റെ മനസ്സിൽ തോന്നിയിരിക്കുന്ന സംശയം അത് വിക്രമിൽ നിന്ന് തന്നെ അറിയണമെന്ന് വേദക്ക് തോന്നും. അങ്ങനെ വേദ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഉടനെ തന്നെ നന്ദിനി അങ്ങോട്ടേക്ക് വന്നിട്ട് വേദയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. എടി, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നിരിക്കുന്ന പയ്യൻ തന്നെ നിന്നെ ഇപ്പതാ കള്ളിന്ന് വിളിച്ചിരിക്കുന്നു. നീ പറയുന്നതെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്ന് കോടതിക്ക് മുൻപാകെ തെളിയിച്ചില്ലേ? നീ എങ്ങനെയെങ്കിലും വിക്രമിനെ കോടതിയിൽ അടച്ചിട്ട് അവന് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാനല്ലേ ശ്രമിച്ചത്. പക്ഷേ എടി, നീ വിചാരിക്കുന്നത് പോലെയൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി നീ എത്ര കടഞ്ഞു ശ്രമിച്ചിട്ടും യാതൊരു കാര്യവുമില്ല, വിക്രത്തിന് ജാമ്യം കിട്ടുമെന്നിങ്ങനെ നന്ദിനി പറയുന്ന സമയത്തിന് കമലമ്മക്കും ഭയങ്കര സന്തോഷമായിരിക്കും. കമലമ്മ ചിരിച്ചുകൊണ്ട് തന്നെ വേദയോട് പറഞ്ഞിട്ട്, എടി, ഇനി വിക്രം പുറത്തേക്ക് വന്നാലും നിന്നോടൊരിക്കലും ഞാൻ ക്ഷമിക്കില്ല. എനിക്കിനി ഒരിക്കലും നിന്നെ പഴയ വേദയായിട്ട് കാണാനും കഴിയില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ദർശൻ വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നത്. ദർശനെ കാണുന്ന സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട്, സാർ ഏതായാലും കലക്കി. സാറിന്റെ ചോദ്യത്തിന് മുന്നിൽ വേദയ്ക്ക് ഏതായാലും ഉത്തരം മുട്ടി നിൽക്കുമായിരുന്നില്ലേ? സാർ ഏതായാലും കോടതിക്ക് മുൻപിൽ വെച്ച് വേദ എങ്ങനെ മുട്ടുകുത്തിച്ചല്ലേ എന്ന് പറയുന്ന സമയത്തിന് വേദ നന്ദിനെയും ദർശനെ ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. ദർശൻ പറഞ്ഞിട്ട്, ഞാൻ വിക്രത്തിന്റെ കേസ് ഏറ്റെടുത്തത് എങ്ങനെയെങ്കിലും വിക്രത്തിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഏത് വഴിയും ഞാൻ സ്വീകരിക്കും. വിക്രം ഒരിക്കലും അങ്ങനെ ജയിലിൽ കിടക്കേണ്ട ആളല്ല, വിക്രം പുറത്തിറങ്ങേണ്ട ആളാണ്. അത് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. അന്നേരം ദർശന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദ ഒന്നും മനസ്സിലാവാതെ ദർശനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട്, സാറിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. സാർ ഈ കേസ് ഏറ്റെടുത്തതോടുകൂടി തന്നെ എൻ്റെ പൊന്നുമോനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവാതെ വേദ അവിടെ പോയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കും. വേദയുടെ സങ്കടം കണ്ടുകൊണ്ട് തന്നെ ദർശൻ വേദയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട്. ദർശൻ വന്ന് ചോദിക്കുന്നുണ്ട്, താൻ എന്താണോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ വേദ പറഞ്ഞിട്ട്, കോടതിക്ക് മുൻപാകെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദർശൻ എന്നെ കുറ്റക്കാരിയാക്കി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ ഭർത്താവിൻ്റെ പേരും പറഞ്ഞിട്ട് എന്നെ വല്ലാതെ അങ്ങ് അപമാനിച്ചു. ഇങ്ങനെയൊക്കെ എന്നെ ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം വിക്രം ചെയ്തതിൽ എന്തെങ്കിലും ശരിയുണ്ടോ ദർശൻ എന്ന് ചോദിക്കാട്ടോ വേദ. വിക്രത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ എന്നോട് ഇങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നു. അന്നേരം ദർശൻ പറഞ്ഞിട്ട്, ചില കാര്യങ്ങളൊന്നും നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചോളണമെന്നില്ല. പിന്നെ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ ഞാൻ തന്നെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നോട് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ദർശൻ അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയത്തിന് വിക്രമിനെ പോലീസുകാരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി വേദ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞിട്ട്, എനിക്ക് വിക്രമിനോടൊന്ന് സംസാരിക്കണമെന്ന് പറയും. അന്നേരം പോലീസുകാർ കുറച്ച് സമയം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താ വേദാളം, ഇനി തനിക്ക് എന്താ എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കും. വേദ പറയുന്നത്, ഈ കേസിൽ നിങ്ങൾ കുറ്റക്കാരനാണ് എന്ന കാര്യം എനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്കെതിരായിട്ട് ഈ മൊഴി നൽകിയത്. പക്ഷേ അതിനിടയിൽ ദർശന്റെ കടന്നുവരവോടുകൂടി തന്നെ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അന്നേരം വിക്രം, എന്താ നിന്റെ സംശയം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തത് ധാർമ്മികമായിട്ടല്ലാതെ ദർശൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. കോടതിക്ക് മുൻപാകെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഒരിക്കലും ദർശൻ ഇങ്ങനെ അപമാനിച്ച് സംസാരിക്കില്ല. എന്നെ അപമാനിച്ചാലും വിക്രത്തിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്ന് മാത്രമായിരുന്നു ദർശന്റെ ലക്ഷ്യം.
പറ വിക്രം, നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ദർശൻ നിങ്ങളെ രക്ഷിക്കാൻ നോക്കുന്നത്. അതിനുള്ള ഉത്തരം എന്താണെങ്കിലും നിങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞേ പറ്റൂ. വേദയുടെ ചോദ്യം കേൾക്കുന്ന സമയത്ത് തന്നെ വിക്രത്തിനങ്ങ് വല്ലാതാവുന്നുണ്ട്. ഒരിക്കലും വേദ സത്യം അറിയരുത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രം പറയുന്നുണ്ട്, ഒരിക്കൽ ദർശൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതല്ലേ, എന്നിട്ട് ആ ഒരു ആഗ്രഹം നടക്കാത്തത് കൊണ്ട് തന്നെ അതിനുള്ള പക തീർത്തതായിരിക്കുമെന്ന് പറയും. അന്നേരം വേദ പറഞ്ഞിട്ട്, ഇല്ല, നിങ്ങൾ എന്നോട് കള്ളം പറയണ്ട. നിങ്ങൾ ഈ പറയുന്നത് കള്ളമാണെന്ന കാര്യം നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. വെറുതെ സത്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെ ഒരു കള്ളം പറയണ്ട. ദർശൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന കാര്യം മറ്റാരേക്കാളും എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയാട്ടോ വേദ. അന്നേരം വിക്രം പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ നീ ദർശൻ സാറിനോട് തന്നെ നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേ. എനിക്ക് ഏതായാലും ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്നാൽ ഞാൻ ഇവരുടെ കൂടെ അങ്ങോട്ടേക്ക് അകത്തേക്ക് പോട്ടെ. നീ കോടതിക്ക് മുൻപാകെ നിന്നിട്ട് ഒരുപാടധികം വേർത്തതല്ലേ, വീട്ടിൽ പോയിട്ട് നന്നായിട്ട് അങ്ങ് റെസ്റ്റ് എടുക്ക്. ഇനി വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ട് തല പുണ്ണാക്കാൻ നിൽക്കണ്ട. ഇനി നാളെയും കോടതിയിൽ വെച്ചാണെങ്കിലും നമ്മൾ തമ്മിൽ കാണേണ്ടതല്ലേ. ഏതായാലും നാളെ കാണാമെന്നൊക്കെ പറഞ്ഞ് വിക്രം ഏതായാലും പോലീസുകാരുടെ കൂടെ അകത്തേക്ക് സബ് ജയിലിലേക്ക് അങ്ങ് കയറിപ്പോവും. ഇതേ സമയത്ത് തന്നെ വേദയുടെ മനസ്സാകെ അസ്വസ്ഥമായിരിക്കും. എങ്ങനെയെങ്കിലും സത്യം കണ്ടെത്തണമെന്നൊരൊറ്റ ചിന്ത മാത്രമായിരിക്കട്ടെ വേദക്ക്. ഇതേ സമയത്ത് തന്നെ കാണിക്കുന്നത് ശങ്കരനാരായണനായിരിക്കും. ശങ്കരനാരായണൻ വിക്രത്തിന്റെ കേസിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശങ്കരനാരായണൻ ചിന്തിക്കുന്നുണ്ട്, എന്നാലും ദർശൻ എന്തുകൊണ്ടായിരിക്കും വിക്രത്തിന് വേണ്ടിയിട്ട് കേസ് വാദിക്കാൻ വേണ്ടി കോടതിയിലേക്ക് വന്നത്. ഇനി ഒരു പക്ഷേ ഇതിന്റെ പുറകിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ. വെറുതെ ഒരിക്കലും ദർശൻ അങ്ങനെ വിക്രമിനെ രക്ഷിക്കാനൊന്നും നോക്കില്ല. ദർശൻ കേസ് വാദിച്ചാൽ പിന്നെ വിക്രത്തിന് ജാമ്യം കിട്ടുമെന്നൊക്കെ ഇങ്ങനെ ശങ്കരനാരായണൻ ചിന്തിക്കുന്നുണ്ട്. ശങ്കരനാരായണൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശിയും പത്മം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല ശങ്കരനോട് പറയുന്നുണ്ട്, ദർശൻ വിക്രത്തിന്റെ കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകെ എന്തെങ്കിലും കാരണം കാണും. അങ്ങനെ വ്യക്തമായിട്ടുള്ള കാരണമില്ലാതെ ദർശൻ ഒരിക്കലും ആ ഒരു കേസ് ഏറ്റെടുക്കില്ല. ഇനിയിപ്പോൾ ദർശൻ ആ ഒരു കേസ് ഏറ്റെടുത്ത സ്ഥിതിക്ക് വിക്രത്തിനെ എന്തായാലും പുറത്തു കൊണ്ടുവരാനൊക്കെ ദർശന് സാധിക്കുമെന്നൊക്കെ പറയും. വിക്രത്തിന് ജാമ്യം കിട്ടും. വിക്രം നിരപരാധിയാണ് എന്ന കാര്യം ദർശൻ തെളിയിക്കും. അല്ലെങ്കിൽ ശങ്കരൻ നോക്കിക്കോണമെന്നൊക്കെ പറയട്ടെ മുത്തശ്ശി. അന്നേരം ശങ്കരൻ പറഞ്ഞിട്ട്, ഇപ്പം എനിക്കൊന്നും അതിനെ പറ്റിയിട്ട് പറയാനൊന്നും ആവില്ലമ്മേ. വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ശിക്ഷ അനുഭവിച്ചിരിക്കും. ഇനിയിപ്പോൾ തെറ്റ് ചെയ്തിട്ടും അത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനാണെങ്കിൽ ആ കേസിനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് പഠിക്കാനുണ്ട്. എന്തായാലും ഇതിൻ്റെ അവസാനം കണ്ടെത്താൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ശങ്കരനാരായണൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത്. അങ്ങനെ ശങ്കരൻ ഏതായാലും മുറിയിലേക്ക് പോയിട്ട് ആ ഒരു കേസിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വാസവൻ ശങ്കരനാരായണൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. വാസവൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഹലോ, ഞാൻ MLA വാസവനാണ്. ഞാനൊരു കാര്യം സാറിനെ ധരിപ്പിക്കാനാണ് വിളിച്ചത്. അപ്പോൾ എന്താ കാര്യം, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ വാസവൻ പറയുന്നത്, ഇത്ര കാലം വിക്രം ചെയ്തതിനുള്ള തെറ്റിൻ്റെ ശിക്ഷ അവന് കിട്ടുമെന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ ആ ദർശൻ വക്കീൽ വന്നിട്ട് അവൻ്റെ കേസ് ഏറ്റെടുത്തതോടു കൂടി തന്നെ എൻ്റെ ആ ഒരു പ്രതീക്ഷയെല്ലാം പോയി. വിക്രമിനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദർശൻ വക്കീൽ ഏതറ്റം വരെയും പോവും. അയാൾ ഇന്നേ വരെ ഏറ്റെടുത്ത ഒരു കേസിലും പരാജയപ്പെട്ടിട്ടില്ലല്ലോ. അങ്ങനെ ആ വക്കീലിൻ്റെ സഹായത്തോടെ വിക്രം എങ്ങനെയെങ്കിലും പുറത്തിറങ്ങും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. വിക്രം എന്തായാലും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. എൻ്റെ മകൻ അനുഭവിച്ച് 100% വേദനയെങ്കിലും അവൻ ജയിലിൽ അനുഭവിച്ച് തീർക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് സാർ അനുസരിച്ചേ പറ്റൂ. വിക്രം ഒരിക്കലും ഒരു കാരണവശാലും വിക്രം പുറത്തു ഇറങ്ങി വരാൻ പറ്റില്ല. ഇനിയെല്ലാം സാറിൻ്റെ കയ്യിലാണ്. സാറ് പറയുന്നതായിരിക്കും അവസാന വിധി. ഇത്രയും കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ സാറിനെ വിളിച്ചത്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് സാറാണ്. ഞാൻ പറയുന്നത് പോലെ സാർ അവനെ നേരെ ജയിലിലേക്ക് അയക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ വാസവൻ്റെ വിധി അങ്ങ് നടപ്പിലാക്കുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ വാസവൻ ഫോൺ കട്ട് ചെയ്യുന്നത്. എന്നാൽ വാസവൻ്റെ ഭീഷണിക്കൊന്നും തന്നെ ശങ്കരനാരായണൻ മുട്ടുകുത്തുന്നില്ല. വീണ്ടും ആ ഒരു കേസിനെ പറ്റി തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ ശങ്കരനാരായണൻ കേസിനെ പറ്റിയിട്ട് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റിയെന്നതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുകയാണ്. പിന്നീട് അങ്ങനെ കോടതി വിളിക്കുന്നതിന് മുൻപേ തന്നെ ദർശൻ എല്ലാവിധ സത്യങ്ങളും കണ്ടെത്തുന്നുണ്ട്. എന്തിനാണ് വിക്രം ആ ഒരു പയ്യനെ തല്ലിച്ചതച്ചത് എന്നുള്ള കാരണമെല്ലാം വ്യക്തമായിട്ട് തന്നെ ദർശൻ കണ്ടെത്തുന്നുണ്ട് എന്ന് മാത്രമല്ല അതെല്ലാം കോടതിക്ക് മുൻപാകെ തെളിയിക്കും. അതോടുകൂടെ സത്യമെല്ലാം അറിയുന്നതോടുകൂടി തന്നെ വേദക്ക് വല്ലാതെ അങ്ങ് കുറ്റബോധം തോന്നിപ്പോവാട്ടോ. സത്യമെല്ലാം ദർശൻ തെളിയിച്ചതിന് ശേഷം വിക്രത്തിനെ പുഷ്പം പോലെ അവിടെ നിന്ന് കോടതിയിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു അടിപൊളി സൂപ്പർ ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.